ജൂലൈ 26 ലോക കണ്ടൽ ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിൽ അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കണ്ടൽക്കാടുകൾ. ഈ ഒരു കണ്ടൽ ദിനത്തിൽ പ്രകൃതിയുടെ കാവൽക്കാരായ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് എത്രത്തോളം ഗൗരവമേറിയതാണെന്ന് നിങ്ങൾ കൂടി അറിയണം. ഇക്വഡോറിലെ മ്യൂസിൻ എന്ന പ്രദേശത്ത് തകർക്കപ്പെട്ട കണ്ടൽക്കാടുകൾ പുനഃസ്ഥാപിക്കാൻ പൊരുതിയൊരു മനുഷ്യനുണ്ടായിരുന്നു, ഹെയ്ഹന ഡാനിയൽ നാനോട്ടോ. 1998 ജൂലൈ 26 നടന്ന ശക്തമായ പ്രതിഷേധത്തിനിടയിൽ ഹൃദയാഘാതം മൂലം അദ്ദേഹം വിടവാങ്ങിയെങ്കിലും ആ പോരാട്ടത്തിന്റെ ഓർമ്മയിലാണ് ലോകം ജൂലൈ 26 ലോക കണ്ടൽ ദിനമായി ആചരിക്കുന്നത്. പ്രകൃതിക്കായി ജീവനർപ്പിച്ച ഒരു ആക്ടിവിസ്റ്റിന്റെ ഓർമ്മ പുതുക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ അവസ്ഥ ഒട്ടും ആശ്വാസകരമല്ല. ഒരു കാലത്ത്, അതായത് 50 വർഷം മുൻപ് വരെ കേരള തീരത്ത് 700 ചതുരശ്ര കിലോമീറ്ററോളം വ്യാപിച്ചു കിടന്ന പച്ചപ്പരപ്പുകളായിരുന്നു കണ്ടൽക്കാടുകൾ. എന്നാൽ ഇന്നിത് കേവലം 17 ചതുരശ്ര കിലോമീറ്ററിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഇവയെ പാഴ്നിലങ്ങളെന്ന് മുദ്രകുത്തി വെട്ടിത്തെളിച്ചപ്പോൾ നമ്മൾ ഇല്ലാതാക്കിയത് നാടിന്റെ സ്വാഭാവിക പ്രതിരോധ വ്യവസ്ഥയെ തന്നെയായിരുന്നു. കണ്ടൽക്കാടുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും യഥാർത്ഥ പാരിസ്ഥിതിക മൂല്യം തിരിച്ചറിയാൻ നാമേറെ വൈകിപ്പോയി. എന്നാൽ ഈ നാശത്തിനിടയിലും പ്രതീക്ഷയുടെ ഒരു പച്ചത്തുരുത്ത് ഇന്നും ബാക്കിയുണ്ട്. കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം എന്ന പ്രദേശത്ത് കേരളത്തിലെ ആകെ കണ്ടൽ വിസ്തൃതിയുടെ 8% നിലകൊള്ളുന്നത് ഇവിടെയാണ്. കണ്ടൽക്കാടുകൾ നികത്താനുള്ള നീക്കങ്ങൾക്കെതിരെ നാട്ടുകാർ സംഘടിച്ച് പ്രതിരോധം തീർത്തതും സന്ധിയില്ലാത്ത നിയമപോരാട്ടത്തിലൂടെ ഹൈക്കോടതിയിൽ നിന്ന് ചരിത്രപരമായ വിധി നേടിയെടുത്തതും ഈ മണ്ണിൽ നിന്നാണ്. അത്രമാത്രമല്ല, പരിസ്ഥിതി സംഘടനകളും പ്രവർത്തകരും ചേർന്ന് 43 ഏക്കറോളം കണ്ടൽക്കാടുകൾ വില കൊടുത്തു വാങ്ങി സംരക്ഷിക്കുന്ന അപൂർവമായ കാഴ്ചയ്ക്കും കുഞ്ഞിമംഗലം സാക്ഷിയാകുന്നു. ഇവിടെയാണ് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരും പരിസ്ഥിതി സംഘടനകളും ചേർന്നിട്ട് കണ്ടൽക്കാടുകൾ വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കുന്ന പ്രദേശം. 1998 തുടങ്ങിയ ഈ പ്രക്രിയ ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ ഏകദേശം 43 ഏക്കറോളം കണ്ടൽക്കാടുകൾ വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പ്രസക്തമായ പ്രശ്നം, ഇവിടെയുള്ള കേരളത്തിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ കണ്ടൽക്കാടുള്ളൂ. കേവലം 17 ചതുരശ്ര കിലോമീറ്റർ മാത്രം. അതിൻ്റെ ചെറിയൊരു അംശം മാത്രമേ സംരക്ഷിക്കപ്പെടുന്നുള്ളൂ. ബാക്കി 80%-ലധികം പ്രദേശവും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. അത് ഏത് സമയത്തും വെട്ടിമാറ്റപ്പെടാം. അപ്പോൾ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിലവിലുള്ളതിനെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള സംരക്ഷിക്കേണ്ട വഴി എന്താണ്? ഈ ഇത് പലരെയും കർഷകരുടെ കയ്യിലുള്ളത്. അവർക്ക് മതിയായ കോമ്പൻസേഷൻ കൊടുത്തിട്ട് വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് സർക്കാർ സന്നദ്ധരാവണം എന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. കരയിലെ സാധാരണ വനങ്ങളെക്കാൾ 5 ഇരട്ടി കാർബൺ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് മണ്ണിൽ സംഭരിക്കാൻ ഈ തീരവനങ്ങൾക്ക് കഴിയും. ഇവ നശിപ്പിക്കപ്പെടുമ്പോൾ സംഭരിക്കപ്പെട്ട കാർബൺ തിരികെ പുറന്തള്ളപ്പെടുകയും ദുരന്തങ്ങളുടെ ആഘാതം കൂട്ടുകയും ചെയ്യും. ഭൂമിയുടെ ആരോഗ്യകരമായ നിലനിൽപ്പിനും വരും തലമുറയ്ക്കുമായി ബാക്കിയുള്ള ഈ കൊച്ചു പച്ചത്തുരുത്തുകളെ സംരക്ഷിച്ചേ മതിയാകൂ. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു കാലത്ത് കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക വ്യൂഹം നൽകുന്ന മൂല്യങ്ങളും ഏറെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.